പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 17 ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവ് തൻ്റെ തങ്കച്ചിറകടിക്കുള്ളിൽ നമ്മളെ സൂക്ഷിച്ചു. അമേൻ. അമേൻ. അത്ഭുതകരമായി സംരക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയത്. ആ വൻ കൃപയ്ക്കായിട്ട് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? ആമേൻ. ദൈവകൃപയല്ലേ നമ്മളെ ഉണർത്തിയത്. ആമേൻ. നമ്മൾ കിടന്നു, കർത്താവ് നമ്മളെ ഉറക്കി, കർത്താവ് നമ്മളെ ഉണർത്തി. അതിനായിട്ടും കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. അങ്ങ് എന്നെ ഉണർത്തിയത്, അതിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എന്നെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചത്, അതിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയായി ഇന്ന് ഞങ്ങൾ ഉണർന്നിരിക്കുന്നത്, അതിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും കർത്താവെ അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് പുകഴ്ച. അങ്ങ് വലിയവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. 117 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. ആ കരം ഉയർത്തി പറ, എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു, എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. അതുകൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഒന്നുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ അങ്ങ് തന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ എവിടെ നിന്ന് അവർ കേൾക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ സാന്നിധ്യവും വെളിപ്പെടട്ടെ. ആ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ സൗഖ്യമാകട്ടെ. പൈൽസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നെഞ്ചിനകത്ത് വേദന അനുഭവപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. ജോലിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കണമേ കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. ബിസിനസ് ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. വിവാഹപ്രായമായവർക്ക് തക്ക സമയത്ത് അതിനുള്ള വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ അവരെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചിലതിനെ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. അവൻ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷിക്ത ദാസന്മാരെ അനുഗ്രഹിക്കണം. കൃപ കൊണ്ടവരെ പൊതിയണം. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരം ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 ആമേൻ മീറ്റിംഗ് ഉണ്ടാകും. കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങളതിൽ പങ്കെടുക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യത്തിൽ പറയുന്നു, കർത്താവ് തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. അപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നവന് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സൗഖ്യമെന്ന് പറയുന്നത് നമ്മുടെ ജന്മ അവകാശമാണ്. അത് നമ്മളോടുള്ള ഉടമ്പടിക്കകത്തുള്ള അനുഗ്രഹമാണ് ദൈവിക രോഗസൗഖ്യമെന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം.
അതായത് നമ്മൾ ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ആ ഫ്ലൈറ്റിനകത്ത് നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ നമുക്ക് ഉള്ള എന്നാ പറയുന്നത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. അത് നമ്മുടെ അവകാശമാണ്. ഇനി ആ ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് തരിക എന്ന് പറയുന്നത് അവകാശമാണ്. അതോടൊപ്പം തന്നെ ആ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ അതിനകത്ത് പല പ്രിവിലേജുകൾ കാണും. ചിലപ്പോൾ ആഹാരം കാണും, എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടെ അവകാശമാണ്. ഇതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിൻ്റെ അവകാശമാണ് സൗഖ്യമെന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ അതിനുവേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം, വീണ്ടും ജനനം പ്രാപിച്ച എൻ്റെ അവകാശമാണ് സൗഖ്യം. ഉറക്കെ പറഞ്ഞാണ്ട് വീണ്ടും ജനനം പ്രാപിച്ച, കരമുയർത്തി പറ, വീണ്ടും ജനനം പ്രാപിച്ച എൻ്റെ അവകാശമാണ് സൗഖ്യം. ക്രിസ്തുവിലായിരിക്കുന്ന എൻ്റെ അവകാശമാണ് സൗഖ്യം. ഞാൻ ക്രിസ്തുവിലാണോ, സൗഖ്യം എൻ്റെ അവകാശമാണ്. എൻ്റെ പിതാവ് സൗഖ്യമാക്കുന്നവന്. അതാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. കർത്താവ് എന്നാ ചെയ്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3 ദിവസം നീ യഹോവയുടെ 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. അവിടെ പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യും, സൗഖ്യമാക്കും. അപ്പോൾ നമ്മുടെ പിതാവ് ആരാണ്? സൗഖ്യമാക്കുന്നവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാരാണ് സൗഖ്യമാക്കുന്നവന്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കണ്ടോ, യേശുവും സൗഖ്യദായകന്. യേശു വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവരെ മനസ്സലിഞ്ഞിട്ട് അവരിലുള്ള രോഗികളെ എന്ത് ചെയ്തു, സൗഖ്യമാക്കി. അതേ അധ്യായത്തിന് തന്നെ മത്തായി 14-ന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവർ അക്കരെ എത്തി ഗനസേരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയിച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവരൊക്കെയും സൗഖ്യം വന്നു. അപ്പോൾ യേശു ആരായിരുന്നു? യേശുവും സൗഖ്യമാക്കുന്നവനാണ്. പിതാവ് സൗഖ്യമാക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു. ഇനി കേട്ടാട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കും. അതായത് യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അത് പരിഹരിച്ചു തരും. അപ്പോൾ പിതാവ് സൗഖ്യമാക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു. അപ്പം ഈ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സൗഖ്യമാക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോധ്യം വേണം. എന്ത് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വന്നാലും വിശ്വാസത്തോടെ വരണം, യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ ഈ ലക്ഷണങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഞാൻ ആരോഗ്യം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് പറയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഇനിയും കേട്ടാട്ടെ, ഈ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മളിലൂടെയും ഈ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുക. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം നമുക്കറിയാം, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യമാകും. അപ്പം നമ്മളിലൂടെയും ഇപ്പോൾ ഈ സൗഖ്യം ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് പോലെ തന്നെ നമ്മളിലൂടെ നമ്മളിലേക്കും ഒഴുകും. സൗഖ്യത്തിൻ്റെ നദി നമ്മളിലൂടെ ഒഴുകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറഞ്ഞതുപോലെ ജീവൻ്റെ നദികൾ ഒഴുകും. തിരുവഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ നമ്മളിൽ നിന്ന് നദികൾ ഒഴുകും. അതുകൊണ്ട് വിശ്വസിക്കുക, നമ്മുടെ സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം. ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കണം, വീണ്ടും നിങ്ങൾ ധ്യാനിക്കണം, നിങ്ങളുടെ കൈവെക്കണം. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു രോഗബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിതിന് കൈവെക്കണം, കൽപ്പിക്കണം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകെ. വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ അവരുടെ മേൽ കൈവെക്ക്, ദിവസവും പറ, വിട്ടുകൊടുക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകെ, ആരോഗ്യം പ്രാപിക്കുക, നിരന്തരം പറയുക. ഇന്ന് നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ടെ, വിശ്വാസത്തോടെ കൈവച്ചാട്ടെ. എന്നിട്ട് എന്നോട് ചേർന്ന് പറ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. രോഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ട് പറ. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഹൈ ആണെങ്കിൽ തലയിലോട് കൈവച്ചിട്ട് പറ, അല്ലെങ്കിൽ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ,
ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. അല്ല, നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറ, ആ വേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, ആരോഗ്യം വരട്ടെ. ഇങ്ങനെ നിരന്തരം പറയുക, നിങ്ങൾ അത്ഭുതങ്ങളെ കാണുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവിക ആരോഗ്യവും ദൈവിക സൗഖ്യവും ഒരു ദൈവ പൈതലിൻ്റെ ജന്മ അവകാശമാണ്. അത് പ്രാപിച്ച് ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.